ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് പൂനെയിലെ ലാസ്റ്റ് ദിവസമാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരോട് ബായ് പറഞ്ഞ് പോകാനായിട്ട്. പ്രത്യേകിച്ച് ദേ വാവക്കുട്ടി രാവിലെ തൊട്ട് എൻ്റെ ഒപ്പമാണ്. ഞാൻ ഓൾറെഡി നാട്ടിലേക്ക് പോണതിൻ്റെ വിഷമത്തിലാണ്. അപ്പോഴാണ് ദേ ഇത് സംഭവിച്ചത്. എൻ്റെ കാലിൻ്റെ നഖം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോയി. നല്ല വേദനയായിരുന്നു. ഡ്രസ്സ് ചെയ്യാതെ നിവൃത്തിയില്ല, കാരണം അവിടെ തന്നെ പിന്നെയും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പൂനെയിലെ ഹോസ്പിറ്റലിലെത്തി. ഇനി പൂനെയിലെ ഹോസ്പിറ്റൽ കണ്ടില്ല എന്ന് വേണ്ട, അതും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് നമ്മൾ ഡ്രസ്സിങ്ങും കൂടെ ചെയ്ത് അവിടെ കുറച്ച് പൈസയും പൊട്ടിച്ച് ഇനി തിരിച്ച് വീട്ടിലെത്തിയതും നേരെ ഞാൻ അവളെ കുളിപ്പിക്കാൻ കയറി. ഞാനുണ്ടെങ്കിൽ എനിക്ക് തന്നെ ചെയ്യണം കേട്ടോ ഇതൊക്കെ. അപ്പോൾ കാല് മുറിഞ്ഞതിൻ്റെ വേദനയും അതുപോലെ തന്നെ പോണേൻ്റെ സങ്കടവും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രോ ഞങ്ങൾക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി തന്നു ലഞ്ചിന്. ആ നല്ല തൂഷൻ ഇലയിൽ നല്ല ചൂടുള്ള നെയ്ച്ചോറും ചിക്കൻ കറി അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഐം ജസ്റ്റ് സ്റ്റെപ്പിങ് ഔട്ട് ബിക്കോസ് എനിക്ക് സാൻഡൽ വാങ്ങണം. എൻ്റെ ഷൂ ടൈപ്പ് പറ്റില്ലല്ലോ, കാല് ഇത് വൂണ്ടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാൻഡൽ വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റെപ്പിങ് ഔട്ട്. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ കിട്ടി, ബാക്കിൽ നിന്ന് ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഇനി വീട്ടിൽ പോവാണ്. എനിക്ക് ബാക്കി പാക്കിംഗ് ഉണ്ട്, ബിക്കോസ് ഇന്ന് തിരിച്ച് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ പൂനെ ഡേയ്സ് കഴിഞ്ഞു. രാത്രി എയർപോർട്ട് പോണ വഴിക്ക് ഞങ്ങൾ ഇറാനി കഫേ കയറി ഡിന്നറും കഴിച്ച് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് നേരെ ബാംഗ്ലൂർ.